അതെ, നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ നിൽക്കാം. അതങ്ങനെ ശരിയാവും? അത് ശരിയാവൂല. അമ്മൂമ്മ വേണം ക്രൈം സ്പോട്ട് കാണിച്ചു തരാൻ. ഞാൻ വരത്തില്ല. എന്നാ പിന്നെ ഞാനും അമ്മൂമ്മയുടെ കൂടെ ഇവിടെ നിൽക്കാം. നീ എന്തിനു വന്ന ഇങ്ങോട്ട്? നീ വീട്ടിൽ കയറി പോയ പാറുവേ. அப்படின்னா நானும் அம்மா கூடயும் பாரு கூட இங்கே நிக்கிறேன். കേശു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. അവിടെ ചെല്ലുക, നോക്കുക. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അപ്പ അവിടെ നിന്ന് ഓടിക്കൊള്ളണം. ഞാൻ അമ്മൂമ്മയുടെ കൂടെ ഇവിടെ നിൽക്കാം. ഓക്കെ? ഓ ശരി. അമ്മൂമ്മ അങ്ങനെ ശരിയാവും? എന്റെ തല കിട്ടിട്ട് മുങ്ങാൻ നോക്കണം. കളിക്കലേ? അല്ലടാ, നീയല്ലടാ ഈ കുടുംബത്തിലെ ഏക ആൺതരി. അപ്പൊ നീ വേണ്ട കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ. അത് കൊള്ളാല്ല. എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ആൺ തരി മാങ്ങത്തൊലി, അല്ലെങ്കിൽ ഈക്വാലിറ്റി അല്ലേ എല്ലാം വിളിച്ചാൻ പറയും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ആരും ഇവിടെ നിന്ന് മുങ്ങൂല. എല്ലാവർക്കും ഒരുമിച്ച് പോയി നോക്കാം. കുടുങ്ങുന്നെങ്കിൽ ഒരുമിച്ച് പോയി നോക്കുന്നെങ്കിൽ ഒരുമിച്ച് നടക്കും. നടക്കും. നടാ ഫ്രണ്ട് കേടാ. കൊണ്ടുവേ എവിടെ പോവാ? തൂണ്ട് കിടക്കുന്നു. തൂണ്ട് നടക്ക്. കായാടണ്ടേ? എടാ നീ പോയിട്ടേ കാലും കൊണ്ടേ അയാളിങ്ങനെ ഒന്ന് തട്ടി നോക്ക്. ജീവനുണ്ടല്ലോ എന്ന് അറിയണമല്ലോ. ഞാൻ തന്നെ നോക്കണോ? പിന്നെ ഞാൻ നോക്കണോ? നോക്കിക്കൂടെ? പറ്റില്ല, നീ നോക്ക്. അമ്മൂമ്മ വന്നേ. പാറുടാ. ചേട്ടാ, അനങ്ങളില്ല. ചേച്ചി കയ്യില് ചോര. കേശു, മൂച്ചിരിക്കാ പാരുടാ. എല്ലാം നോക്കാ എന്നോട് പറയാതെ വന്ന് നോക്കിക്കൂടെ? ചേട്ടാ, പൾസ് നോക്ക്. പൾസ് ഞാൻ തൊടൂല്ല. തൊട്ട് കഴിഞ്ഞ അവസാനം ഫിംഗർ പ്രിന്റ് പോലീസ് വരുമ്പോ ഞാനില്ല, ഞാൻ പോവില്ല. എന്റെ ദൈവമേ, എനിക്ക് ഈ ഗതി വന്നല്ലോ. ഇതിലായിരുന്നോ? அம்மா வருத்தப்படாதீங்க. டேய் மூச்சு பாருடா. കേശു, അതെ, ഇനി ഇവിടെ നിക്കണ്ട, ശരിയാവൂല. പോവാം. ഒന്ന് നോക്കിക്കോട്ടാ. ഇരിക്കടാ. അയ്യോ, നിക്കണ്ട. ശ്വാസമില്ല. ഓടിക്കോ, വീട്ടിൽ പോക്കോ. കേശുവേ, നമുക്ക് എന്തായാലും റെസിഡൻസുകാരെ അറിയിക്കാം. പോലീസുകാരെ എന്തായാലും ഇപ്പൊ വരും. அப்படின்னா நம்ம ஒண்ணு செய்யலாமா? போலீஸ் இங்க வரத்துக்குள்ள நம்மளே அவங்கள கூப்பிட்டு சொல்லலாம் இங்க என்னெல்லாம் நடந்துன்னு. அப்போ தற்காப்புக்காக நம்ம அப்படி செய்தோம் சொன்னா அவங்க சும்மா விட்டுடுவாங்க. അയ്യോ, പോലീസിനെ ഒന്നും വിളിക്കണ്ട. പോലീസിനെ വിളിക്കണ്ട മോളെ. അല്ല അമ്മൂമ്മ, പോലീസ് എന്ന് പറഞ്ഞാൽ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം പണ്ടത്തെ പോലൊന്നുമല്ല. പോലീസുകാരൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി. എല്ലാവരും മാതൃകാ പോലീസുകാരായി. അവർ ഈ നിയമം അനുസരിച്ച് എല്ലാം ചെയ്യുള്ളൂ. അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. നല്ല ഇടിയായിരുന്ന പോലീസുകാരും ഉണ്ട്. പ്രായമൊന്നും നോക്കത്തില്ല. പാവം എൻ്റെ അമ്മൂമ്മ. എന്നാൽ ഈ വയസ്സാം കാലത്ത് അമ്മൂമ്മ ജയിലിൽ കിടക്കണമെന്നൊക്കെ പറയുമ്പോ ചേട്ടാ, ഇപ്പൊ ജയിലിൽ സൗകര്യമൊക്കെ ഉണ്ടോ?
പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ശമ്പളമൊക്കെ കൂട്ടിയെന്നാണ് പറയണത്. 500-600 ആക്കി. പിന്നെ ഫുഡ് നല്ല അടിപൊളി ഫുഡാണ്. ഇപ്പം മീനുണ്ട്, പിന്നെ ചില ദിവസമൊക്കെ ചിക്കനുണ്ട്, ചില ദിവസം മട്ടനുണ്ട്, മുട്ടയുണ്ട്. ശരിക്കും ഉള്ളതാണ് കേട്ടോ. തന്നെ മക്കളെ. അമ്മൂമ്മയുടെ ഒക്കെ ഒരു ടൈമേ അമ്മൂമ്മയുടെ ലൈഫ് തുടങ്ങാൻ പോകുന്നുള്ളെന്നാ തോന്നുന്നത്. അമ്മൂമ്മ ഇടയ്ക്കൊക്കെ ഞാൻ കാണാൻ വരാം കേട്ടോ. മുട്ടയൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കണേ അമ്മൂമ്മ. കേശു ഇല്ല മുമ്മ, അവള് ചുമ്മാ പറയണതല്ലേ പാറു. കേശുവേടാ, ഓ ചേച്ചി ഒരു കാര്യം പറയട്ടെ. പറയച്ചി. നമ്മുടെ അമ്മൂമ്മേനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ. അമ്മൂമ്മയെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ ഏതറ്റം വരെ ഈ കേശു ചേച്ചി പറയച്ചി. കേശുവേടാ, ഓ എങ്ങാനും ആ ഈ കേസ് വഷളായി കഴിഞ്ഞ ആ ഈ കൊലക്കേസ് ആ നീ ഏറ്റെടുക്കണം. ആ. നമ്മുടെ അമ്മൂമ്മയ്ക്ക് ഇത്രയും പ്രായമായില്ലടാ. കൊലക്കേസേ നീ ഏറ്റെടുക്കണം. ഒരുമാതിരി പരിപാടി പറയല്ലേട്ടാ. ആ അവളെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചേച്ചി ഞാൻ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ. എടാ, ഇനിയും നിന്റെ ജീവിതം മുന്നോട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതിന്ന് ഇച്ചിരി ജീവിതം അമ്മൂമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യടാ. അതെങ്ങനെ ശരിയാവും ചേച്ചി? ആ കയറുന്ന കല്ലില്ലേ, അതിനകത്ത് അമ്മൂമ്മയുടെ ഫിംഗർ പ്രിന്റ് അല്ലേ? அது பிரச்சனை இல்ல பாரு. அந்த கல் எடுக்கணும், இந்த கை வச்சு இப்படி 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 செஞ்சா அந்த ஃபிங்கர் பிரிண்ட் எல்லாம் உன்னோட ஆயிடும். ഈ കാര്യത്തിനൊക്കെ നല്ല ബുദ്ധിയാണല്ലേ. ഇവനൊക്കെ വെച്ച് കൂട്ടിയതൊക്കെ വെറുതെ ആയി. ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തോന്നരുത്. ഇനി എന്തായാലും അമ്മൂമ്മ പോലീസ് ഒന്ന് കൊണ്ടുപോവല്ലോ. നോക്കണ്ട, കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയാലേ എത്ര വർഷം തടവ് കിട്ടും? ഈ മനഃപൂർവ്വം അല്ലാത്ത നരഹത്യല്ലേ. 10, 12, 14, 18 വർഷം. ചിലപ്പോ അതിന്റെ മുകളിലോട്ടും പോവാം. അയ്യോ എന്റെ ദൈവമേ, എനിക്ക് വയ്യായി. അയ്യോ, ഈ കരഞ്ഞ് നില വിളിച്ച് ആൾക്കാരെ കൂട്ടല്ലേ. എന്തായാലും നാട്ടുകാരെ കൂടുമല്ലോ. ഇനിയിപ്പൊ പോലീസായി, അറസ്റ്റായി, അമ്മൂമ്മ ജയിലിലായി. അമ്മമ്മ ആദ്യം ഒന്ന് സമാധാനപ്പെടും. കേശേ, നീ പോയിട്ടെ ഒന്ന് അന്തരീക്ഷം വീക്ഷിച്ചിട്ട് വാ. അമ്മമ്മേ, അവസാനമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടോ? ഒന്ന് പോവച്ചവിടുന്ന് ലച്ചു. സമാധാനപ്പെടും, ഒന്നും ഉണ്ടാവില്ല.